നമസ്കാരം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും ജമാഅത്ത് ഉദ്ധവ മേധാവിയുമായ ഫായിസ് സയ്യിദ് പാകിസ്ഥാനിലെ ജയിലിൽ കഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. UN സുരക്ഷാ കൗൺസിലിന്റെ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഭീകരവാദ കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് ഹാഫിസ് ജയിലിൽ തുടരുന്നത് എന്ന വിശദമായ ഒരു വിശദീകരണം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UN സുരക്ഷാ കൗൺസിലിന്റെ സാങ്ഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 3 വർഷമായി ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിലെ ജയിലിലാണ് കഴിയുന്നതെന്നാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 2020 ഫെബ്രുവരി 12-നാണ് ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാനിലെ ജയിലിൽ അടച്ചത് എന്നും ഭീകരാക്രമണ കേസിലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിച്ച കേസിലുമാണ് നടപടി ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. മുംബൈയിലെ ഭീകരാക്രമണ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി ഹാഫിസ് സയ്യിദിനെ വിട്ടു നൽകണമെന്നുള്ള ഒരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് പാകിസ്ഥാനിലെ ജയിലിൽ ഇയാൾ സുരക്ഷിതനായി തന്നെ കഴിയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ ഹാഫിസ് സയ്യിദിന്റെ മകന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി മത്സരിക്കുമെന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഹാഫിസ് സയ്യിദ് ജയിലിൽ കഴിയുന്നു എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. കാരണം വളരെ സുരക്ഷിതനാക്കിക്കൊണ്ടാണ് ഈ ഭീകരനെ പാകിസ്ഥാൻ സംരക്ഷിച്ചു പോരുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഒരു ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഹാഫിസ് സയ്യിദിനെ ഏത് രാജ്യത്തിനും പിടികൂടാൻ നിയമം അനുവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി വ്യക്തമാണ്, ജീവനോടെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് തീർച്ചയായും ഇനി അജ്ഞാതൻ എന്ത് വാർത്തയായിരിക്കും കാത്തുവച്ചിരിക്കുന്നതെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.